ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കുള്ള ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസായിട്ട് നമ്മൾ ഗപ്പികളുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് പുതിയ ഗപ്പികൾ നമ്മുടെ ഫാമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഗപ്പിയാണെന്നും അങ്ങനെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവർക്കും വേണ്ടി ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഗപ്പികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലൊക്കെ വളരെയധികം ഡിമാൻഡുള്ള ഗപ്പികൾ തന്നെയാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറുകൾ. അപ്പോൾ ഈ ഗപ്പികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഡാർക്ക് കളറുള്ള ഇയർ ഗപ്പികൾക്ക് ഇറങ്ങും. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടിയ ഒരു ബ്രീഡ് തന്നെയാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ വിശേഷം. സാന്താക്ലോസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഗപ്പികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ വളരെയധികം ഭംഗിയുള്ള ഗപ്പികൾ തന്നെയാണ് സാന്താക്ലോസുകൾ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിമാൻഡും ഉണ്ട് ഈ ഗപ്പികൾക്ക്. ഈ ഗപ്പികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നല്ല രീതിയിൽ തന്നെ രോഗപ്രതിരോധ ശേഷിയും കൂടിയൊരു ബ്രീഡ് തന്നെയാണിത്. അപ്പോൾ തന്നെയാണെങ്കിലും ഞാൻ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ള ബ്രീഡാണ് സാന്താക്ലോസ്. നമ്മൾ മൂന്നാമതായിട്ട് എത്തിച്ചിട്ടുള്ള ബ്രീഡാണ് പർപ്പിൾ മൊസൈക്ക്. അപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിമാൻഡുള്ള ഗപ്പികൾ തന്നെയാണ് പർപ്പിൾ മൊസൈക്കുകൾ. കൂടാതെ കാണാനും വളരെയധികം രസമുണ്ട്. അപ്പോൾ ഈ പർപ്പിൾ മൊസൈക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ നിറങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ്. ഇത് കൂടാണ്ട് റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടുന്നു. കൂടാതെ നല്ല രീതിയിൽ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടിയ ബ്രീഡാണ്. അതുപോലെ തന്നെ നമുക്ക് ധാരാളമായി കുട്ടികളെയും ലഭിക്കുന്നു. ഇത് ടെക്സഡോക്കോ എന്ന് പറഞ്ഞ ബ്രീഡാണ്. അപ്പോൾ ടെക്സഡോ ഐറ്റങ്ങളിൽ തന്നെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു ബ്രീഡ് തന്നെയാണ് ടെക്സഡോക്കോയി. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിൻ്റെ മേലുള്ള റെഡ് ക്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കോയിന്ന് വിളിക്കാനുള്ള കാരണവും. അപ്പോൾ ഈ ഗപ്പികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായി വലുതായി വന്ന ഗപ്പികൾ തന്നെയാണ്. പിന്നെ ഈ ഗപ്പികൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുണ്ട്. കൂടാതെ ധാരാളമായി കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഗപ്പികൾ നൽകുന്നു. ഇത് ബ്ലൂ ഈഗിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഗപ്പികളാണ്. കുറച്ച് പഴയ വെറൈറ്റിയാണ്, എന്നാലും ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഗപ്പികൾ തന്നെയാണ് ബ്ലൂ ഈഗിൾ. അപ്പോൾ ബ്ലൂ ഈഗിളിൽ തന്നെ നമുക്ക് 2 ഷെയ്ഡ് ഇറങ്ങി കിട്ടുന്നു. ഒന്നൊരു ബ്ലൂ കളറുള്ളതും ഒന്ന് റെഡ് ഷെയ്ഡും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ റെഡ് ഷെയ്ഡും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈ ഗപ്പികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതി ഇയർ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടിയ ബ്രീഡാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് നൽകുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബ്ലൂ ഈഗിളിൻ്റെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത ഗപ്പികളിലേക്ക് വരാം. അപ്പോൾ ഇത് ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി ഗപ്പികളാണ്. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ വളരെയധികം എളുപ്പത്തിൽ തന്നെ ഇലക്ട്രിക് ബ്ലൂകളെ വളർത്താൻ സാധിക്കും. അപ്പോൾ അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഗപ്പികൾ തന്നെയാണ്. അപ്പോൾ ഈ ഗപ്പികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡിങ് ആണ്. അതായത് ഇതിൻ്റെ ബോഡിയിൽ കൂടെ ഒരു ബ്ലൂ ഷെയ്ഡിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ മേളിലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുമുണ്ട്. പിന്നെ ഈ ഗപ്പികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പികൾക്ക് ബ്രീഡിംഗ് കേജ് വേണ്ട. അതായത് ഈ ഗപ്പികൾ കുഞ്ഞുങ്ങളെ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ധാരാളം കുഞ്ഞുങ്ങളെ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ള ഗപ്പികൾ തന്നെയാണ് ഇലക്ട്രിക് ബ്ലൂകൾ. അപ്പോൾ ഇതൊരു മൊസൈക്ക് ടൈപ്പ് ഗപ്പികളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു ബ്രീഡാണ്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ബ്രീഡാണ്. അതിൻ്റെ ജനറേഷൻ നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് പോരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാണേലും ഇത് നല്ലൊരു ബ്രീഡ് തന്നെയാണ്. അപ്പോൾ നല്ല കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ലഭിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രീഡാണ്. അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ബ്രീഡിങ് ഏജ് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ മുഴുവൻ കുഞ്ഞിനെ ഇത് തന്നെ പിടിച്ച് തിന്നും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഗപ്പികളുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഗപ്പികളെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെ സംശയം കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.